ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റ്. അപ്പോ ഓരോ സ്റ്റെപ്പ് ആയിട്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതില് ലൈസ് കൺട്രോൾ ക്ലെൻസറും അതേപോലെ തന്നെ ലൈസ് കൺട്രോൾ സെറം, ലൈസ് കോംബോ ഒക്കെ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മള് ലൈസ് കൺട്രോൾ സെറം ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഒരു കോംബ് ചെയ്തിട്ട് നന്നായിട്ട് വാരുന്ന് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ തന്നെ ഏകദേശം എല്ലാ പേരും ഒരു ലിമിറ്റഡ് ആയിട്ട് തന്നെ ഒരു പരിമിതിക്ക് ചത്തുപോയിട്ടുണ്ടാവും. ഈ ഒരു ചീപ്പ് എടുത്തിട്ട് ശക്തിയില് കുറച്ച് ഉള്ളോട്ട് ഇങ്ങനെ വാർന്നെടുക്കുകയാണ് വേണ്ടത്. തന്നെ പെയിനായാലും നീരായാലും ഇതിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൺട്രോൾ ലെൻസർ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തല വാഷ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ തന്നെ എല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു 3 പ്രോഡക്ട്സ് ആണ് നമ്മൾ പേനിൽ നിന്നുള്ള ശല്യം കുറക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഒരു ബെറ്റർ റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളി ഹെർബൽ ആയതുകൊണ്ട് എനിക്ക് ഒരു സൈഡ് എഫക്റ്റും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. തലവേദന അങ്ങനെ ഒരു എഫക്ഷനും ഉണ്ടായിരുന്നില്ല. വേറെ ഞാൻ ഇതിനു മുമ്പ് കുറെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം എന്റെ മുടി വീണു, എന്റെ ഉള്ളു കുറഞ്ഞു, അങ്ങനത്തെ കുറെ സൈഡ് എഫക്ട്സ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതൊക്കെ ഭയങ്കര അല്ലാത്ത പ്രോഡക്ട്സ് ആയിരുന്നു. എന്നാൽ അതിനെയൊക്കെ സംബന്ധിച്ച് ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റമാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവള് നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നേനും പേനും ഈരും എല്ലാം കടിക്കല് അത് ബുദ്ധിമുട്ടേനും. എനിക്ക് ഇപ്പൊ പഠിക്കാനിരുന്നാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പേന് കാരണം. അങ്ങനെ ആയിരുന്നു ലൈഫ് സീറോന്റെ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടത്. അങ്ങനെ യൂസ് ചെയ്തു. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. കുറച്ച് സമയം ഞാൻ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ എനിക്കൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. സ്കൂളിൽ നിന്ന് ഇപ്പൊ ക്ലാസ്സിലിരിക്കുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും പേൻ അടിക്കുമ്പോ. പിന്നെ വീട്ടിലിങ്ങനെ ഏതൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പേന് കാരണം. എന്നാൽ ഇനിയിപ്പൊ അങ്ങനെ ഉണ്ടാവൂല എന്ന് ചിന്തിക്കുമ്പോ നല്ല സമാധാനമാണ്. മുമ്പെല്ലാം ഇവളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ബുദ്ധിമുട്ടേനും രാത്രിയെല്ലാം കിടന്നാലെല്ലാം. എനിക്ക് ശരിക്കും പറഞ്ഞാല് ഉറങ്ങുമ്പോഴെല്ലാം നല്ല ബുദ്ധിമുട്ടാണ്. ഒരു ശല്യം പോലെയായിരുന്നു ഇത്. എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാവൂല എന്ന് ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്.